ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മലയാള സിനിമാ രംഗത്തെ രഹസ്യങ്ങൾ മറനീക്കി പുറത്തു വരികയാണ്. നടിമാർ ചൂഷണം നേരിടുന്നുണ്ടെന്നും കാസ്റ്റിംഗ് കൗച്ചിന് ഇരയാകുന്ന നടിമാരുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് റിപ്പോർട്ടിലൂടെ പുറത്തു വരുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരാൻ വേണ്ടി ഏറെ പ്രയത്നിച്ചത് WCCയാണ്. പാർവതി തിരുവോത്ത്, റീമ കല്ലിങ്കൽ ഉൾപ്പെടെയുള്ള നടിമാർ ഇതിനുവേണ്ടി ഏറെ പരിശ്രമിച്ചു. അതേസമയം ഇവർക്ക് മുന്നേ തനിക്കുണ്ടായ മോശം അനുഭവങ്ങൾ തുറന്നു പറയാൻ ധൈര്യം കാണിച്ച നടിയാണ് മീര ജാസ്മിൻ. മലയാള സിനിമാ രംഗത്ത് എന്നും മീരയെ ഒതുക്കിയെന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ സംസാരമുണ്ടായിരുന്നു. തിരക്കേറിയ നടിയായിരുന്ന മീര പതിയെ സിനിമാ രംഗത്ത് നിന്ന് അകന്നു. തനിക്ക് നേരെ മോശം സമീപനം ഉണ്ടായിട്ടുണ്ടെന്ന് മീര തുറന്നു പറഞ്ഞിട്ടുണ്ട്. തന്നെക്കുറിച്ച് പ്രചരിച്ച ഗോസിപ്പുകൾക്ക് കാരണമുണ്ടെന്നും മീര അന്ന് വ്യക്തമാക്കി. നടിയുടെ വാക്കുകൾ വീണ്ടും ശ്രദ്ധ നേടുകയാണ്. അച്ചടക്കം പാലിക്കാത്ത നടിയല്ല ഞാൻ. എന്നോട് എന്തെങ്കിലുമൊക്കെ ഉദ്ദേശം അവർക്കുണ്ടായിരിക്കാം. അവരുടെ ഉദ്ദേശത്തിൽ നിൽക്കാതെ വരുമ്പോൾ പറഞ്ഞു പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഒരിക്കലും അച്ചടക്കം പാലിക്കാത്ത കുട്ടിയല്ല ഞാൻ. എന്നെ അച്ചടക്കത്തോടെ തന്നെയാണ് എൻ്റെ മാതാപിതാക്കൾ വളർത്തിയത്. മോശമായി എന്നോട് പെരുമാറാൻ വന്നാൽ ഞാൻ പ്രതികരിക്കും. റിയാക്ട് ചെയ്യാതെ പാവം പോലെ അയ്യോ എന്ന് പറഞ്ഞ് നിൽക്കുന്ന കുട്ടിയല്ല ഞാൻ. അവർക്കിട്ട് തട്ടിക്കളിക്കാനുള്ള പന്തല്ല ഞാൻ. മുതിർന്ന നടിമാരിൽ നിന്നുൾപ്പെടെ ആദ്യകാലത്ത് പല രീതിയിലുള്ള മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. ചില സംവിധായകരിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. 1-2 സംവിധായകരെന്ന് പറയാം. എനിക്ക് ആ സമയത്ത് ഒത്തിരി വിഷമം തോന്നിയിട്ടുണ്ട്. ഇതൊക്കെ ഇട്ടിട്ട് പോകാം, സിനിമ ഇല്ലെങ്കിൽ എങ്ങനെയും ജീവിക്കാം എന്ന് തോന്നൽ വന്നിട്ടുണ്ട്. എൻ്റെ ക്യാരക്ടർ വെച്ച് എനിക്ക് ആരുടെയും അടിമയായി നിൽക്കാൻ പറ്റില്ല. ഈശ്വരനെ എല്ലാം സമർപ്പിച്ച് ചെയ്യുന്ന കുട്ടിയാണ്. എല്ലാവരെയും ബഹുമാനിക്കുന്നു. പക്ഷേ നമ്മൾ ചൂഷണം ചെയ്യാൻ വന്ന എനിക്ക് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റില്ല. പുതിയതായി വന്ന ആർട്ടിസ്റ്റായതിനാൽ നമുക്ക് വേറെ വഴിയില്ലെന്ന ധാരണ കൊണ്ടായിരിക്കും അവരങ്ങനെ ചെയ്യുന്നത്. അന്ന് എൻ്റേതായ രീതിയിൽ ഞാൻ ഫൈറ്റ് ചെയ്യുമായിരുന്നു. ദൈവമായിരിക്കും എന്നെ അങ്ങനെ ചെയ്യിപ്പിക്കുന്നത്. ഞാൻ അനുഭവിച്ചത് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കുമെന്ന് ചിന്തിക്കാറില്ല. അവരെന്ത് ചിന്തിച്ചാലും എനിക്ക് കുഴപ്പമില്ല. നമ്മൾ ആരുടെ അടിമയാകാനല്ല വന്നത്, നമ്മുടെ ജോലി ചെയ്യാനാണ്. തുറന്നു പറയാനുള്ള ഭയമില്ല. നാളെ എന്നെ മാറ്റി നിർത്തുമോ എന്ന് ചിന്തിക്കാറില്ല. എന്നെ ദൈവമാണ് മാറ്റി നിർത്തുന്നത്. ഞാൻ അതിൽ ഒരിക്കലും ഭയക്കുന്നില്ലെന്ന് മീര ജാസ്മിൻ അന്ന് വ്യക്തമാക്കി. യാതൊരു സംരക്ഷണവുമില്ലാതെ സിനിമാ രംഗത്തേക്ക് വരുന്ന പെൺകുട്ടിക്ക് മുന്നിൽ അപകട സാധ്യതകളുണ്ടെന്നും ഒരിക്കൽ മീര ജാസ്മിൻ പറഞ്ഞിട്ടുണ്ട്. സിനിമാ രംഗത്ത് വീണ്ടും സജീവമായി കൊണ്ടിരിക്കുകയാണ് മീര. അപ്പോൾ ഇതേക്കുറിച്ച് പറയാനാണെങ്കിൽ, സത്യനന്ദിക്കാടിൻ്റെ ഒരു സിനിമ, ആ സിനിമയിൽ മീര ജാസ്മിൻ വൈകി വന്നു, മോഹൻലാൽ മീര ജാസ്മിന് വേണ്ടി കാത്തിരുന്നു എന്നൊക്കെ പറഞ്ഞു ഒരു വിവാദം ഉണ്ടായിട്ടുണ്ട്. മീര ജാസ്മിൻ ഭയങ്കര അഹങ്കാരിയാണെന്നൊക്കെ പറഞ്ഞു. ഇതേ മോഹൻലാൽ ഏതാണ്ട് മീര ജാസ്മിനെ കൊണ്ട് ഏതോ എന്ത് കെട്ടിപ്പിടിക്കുന്നോ എന്തോ സീൻ ഒരുപാട് തവണ 17 തവണ എങ്ങോട്ട് എടുപ്പിക്കുന്ന ഒരു വീഡിയോ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഒരുപാട് തവണ റീടേക്കുകൾ എടുക്കുക, അങ്ങനെ ബുദ്ധിമുട്ടിക്കുക, ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതേത് സിനിമ അത് ആരുടെ പടത്തിനാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്? ചിലപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എതിർക്കുന്ന നടിമാരെ ഉപദ്രവിക്കുന്ന ഒരു സംഭവം സിനിമയിലുണ്ട്. അതുകൊണ്ടാണ് പലരും തുറന്നു പറയാത്തത്. പിന്നെ അങ്ങ് തുടങ്ങും ഇവരിങ്ങനെയാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ ഒന്ന് കമൻറ്റ് ചെയ്യും. ആക്രമിക്കപ്പെട്ട നടിയുടെ ഇൻസ്റ്റഗ്രാമിൽ പോലും ഭയങ്കരമായ ഇവരെ ആക്രമിക്കുന്ന കുറേ ആൾക്കാരുണ്ടാകും. ഭയങ്കര തെറിവിളികളും പറച്ചിലും. ആ ഒരു സമയത്തെല്ലാം അവർ പിന്നെ അത് അധികം ആൾക്കാർക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റത്തില്ലാതാക്കി. അങ്ങനെ വരെ ചെയ്യുന്ന മനുഷ്യർ കൂട്ടത്തോടെ ആക്രമിക്കുകയാണ്